സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരമൊരു വാർത്ത വരുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കും. വാർത്തയുടെ യാഥാർത്ഥ്യം പരിശോധിച്ച് നോക്കിയാൽ 2023 നടന്നുവെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് NSSന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ്. പക്ഷേ തിരുമേനി അടക്കമുള്ള മാനേജ്മെൻറ്റ് ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു, സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, മന്ത്രിയടക്കം പറയുന്നുണ്ട് വളരെ സൗഹാർദ്ദപരമായ ഒരു ചർച്ച തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു മഞ്ഞൊരുക്കം സർക്കാരിന് സാധ്യമായിട്ടുണ്ട്. ജോസിക്ക് തുടരാം. ജി, ഇപ്പോൾ നമ്മൾ പങ്കുവച്ച രണ്ട് പ്രതികരണങ്ങളിൽ ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED നോട്ടീസിനെ കുറിച്ചുള്ള മന്ത്രിയുടെ പ്രതികരണമാണ്. ED നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന വാർത്ത ഗൂഢാലോചനയാണ്, അതിന് പിന്നിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതാണ് മന്ത്രി പറയുന്നത്. അതാണ് ആദ്യ ഭാഗം വന്ന ബൈറ്റ്. അതിനുശേഷമുള്ള ഭാഗത്താണ് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിഷപ്പ് തറയിലിനെ കണ്ട ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. എന്തായാലും സഭയുടെ ആശങ്കകൾ പൂർണ്ണമായും കേൾക്കുന്നു. സർക്കാരിന് ലഭിച്ച നിയമോപദേശം സുപ്രീം കോടതി വിധി NSS മാനേജ്മെന്റുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അത് നിയമത്തിന്റെ സാധുത തേടി പരിശോധിക്കും. 13-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യും. സഭയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നേരത്തെ മന്ത്രിയെ രൂക്ഷമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ വിമർശിച്ചിരുന്നു. ഈ വിഷയത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണ്, സർക്കാർ കാണിക്കുന്ന അനീതിയാണ് ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകളോട് എന്നതായിരുന്നു സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം. തുടർച്ചയായി ഇത്തരമുള്ള പ്രതികരണങ്ങളൊക്കെയാണ് മഞ്ഞുരുക്കലിന്റെയും അല്ലെങ്കിൽ സമവായത്തിന്റെയും സാധ്യത സർക്കാർ തേടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ ദിവസം KCBC അധ്യക്ഷനുമായി മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയങ്ങളിലൊക്കെയും സഭാ നേതൃത്വത്തിനുണ്ടായിരിക്കുന്ന എതിർപ്പും ആശങ്കകളും അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമോ എന്ന് സർക്കാർ ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നു എന്നുള്ളത് സർക്കാരും LDFും വിലയിരുത്തുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ വിഷയത്തിലൊരു പ്രശ്നപരിഹാരം സഭാ നേതൃത്വവുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ പറഞ്ഞവസാനിപ്പിക്കുവാൻ സർക്കാർ ഇടപെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ബിഷപ്പ് തറയിലിനെ എത്തി കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും കൂടാതെ കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ജോസ് കെ മാണി, അതോടൊപ്പം ചങ്ങനാശ്ശേരി MLA ജോ മൈക്കിൾ അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസിന്റെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായി എന്നും ബിഷപ്പ് പറയുന്നുണ്ട്. എന്തായാലും കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് മന്ത്രിയും ബിഷപ്പും ഒരുപോലെ പറയുന്നത്. ഇത് സംബന്ധിച്ച് വളരെ സംതൃപ്തിയോടുകൂടിയാണ് പ്രതികരണങ്ങൾ ഇരു ഭാഗത്തുനിന്നും ഉണ്ടായതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അജി.